നമ്മൾ ആണി അടിച്ചിരിക്കുക. നമ്മൾ ടാങ്കിനകത്ത് വല കയറ്റിയിട്ട് ഇത് കണ്ടോ, ഒരു ആണി അടിച്ച് നമുക്ക് ആണിയെല്ലാം ഇടയ്ക്ക് മാറ്റി വേണം വലയൊന്ന് എല്ലാം സെറ്റ് ചെയ്തെടുക്കാം. നമ്മൾ വെള്ളത്തിൻ്റെ അവസ്ഥ ഉണ്ട്, ഫുള്ള് ആൽഗെ കയറി നിറഞ്ഞിരിക്കുക. ഇതിനകത്ത് മറ്റേ കട്ടറ എന്ന് പറഞ്ഞൊരു മീനുണ്ടായിരുന്നു, സാധനമൊക്കെ ചത്തുപോയി. വെള്ളത്തിൽ ആൽഗെ നിറഞ്ഞിട്ട് കുറേയൊക്കെ ചത്തുപോയി, ഞാൻ കണ്ടായിരുന്നു കുറേയൊക്കെ ചത്തുപോയി. എന്ത് ചെയ്യാനാ, വെള്ളം മാറാൻ ആരുമില്ല. ഇന്ന് രാവിലെ ഒരുത്തനുണ്ടായിരുന്നു, അവനെ ഇപ്പോഴാണെങ്കിൽ കാണാനില്ല. നമുക്ക് വല ഇവിടെ ഇടാം. കണ്ട, ഇതാണ് നമ്മുടെ ടാങ്കിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഒരുമാതിരി എണ്ണമയം കയറിയ പോലെ. പക്ഷെ വലിയിടാൻ കണ്ടില്ലേ, ഇതാണ് നമ്മുടെ അലിഗേറ്റർ കിടക്കുന്ന ടാങ്കായത്. അലിഗേറ്ററിനെ കാണാനില്ല, നമുക്ക് വെള്ളം തുറന്ന് വിട്ടിട്ട് നോക്കാം. ഇപ്പോൾ നമ്മൾ പൈപ്പ് വെള്ളം തുറന്ന് വിട്ടിട്ടുണ്ട്. വെള്ളം ഓൾറെഡി അഴുക്കാണ്, അതിനകത്തോട്ട് ഇപ്പോൾ ഈ വെള്ളം വന്ന് വീണുകൊണ്ടിരിക്കണം. നമുക്കിപ്പോൾ വെള്ളം തുറന്നു വിടാം, പഴയ വെള്ളം തുറന്നു വിടാം. അതിൻ്റെ ടാപ്പൊക്കെ നമ്മൾ അടച്ചാണ് വെച്ചിരിക്കുന്നത്. വീടോട്ട് മാറ്റി വെച്ചിട്ട് കട്ടയൊക്കെ ഇട്ട് അടച്ച് വെച്ചിരിക്കുകയാണ്. കണ്ടോ, തൽക്കാലം അടച്ചു വയ്ക്കും. എന്നിട്ട് ഇത് നമ്മൾ ഈ ചൂണ്ടിടാൻ പോകുമ്പോഴൊക്കെ മീനിടാൻ വേണ്ടി നമ്മൾ സെറ്റ് ചെയ്തത്, പക്ഷേ ഇതിന് ഭയങ്കര വീതി കുറവാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് ഇതിനകത്തോട്ട് കയറ്റി വയ്ക്കാം. വേറൊന്നുമല്ല, നമ്മുടെ പൊടി മീനൊന്നും പോവാതിരിക്കും. അതാ വീണ് പൂളവനാ അവിടെ കളയാം. പൂളവൻ ഫസ്റ്റ് വന്നു. പൂളവൻ പിന്നെ പലയിടത്തും പല പേരിൽ അറിയപ്പെടുന്നുണ്ട്. അത് ഫസ്റ്റ് വന്നിട്ടുണ്ട്. ഇനി ഓരോ മീനായിട്ട് വന്നുകൊണ്ടിരിക്കും, നമുക്ക് കാണാം. വെള്ളം നമ്മൾ തുറന്ന് വിട്ടിട്ടുണ്ടോ, വെള്ളം പറ്റിക്കൊണ്ടിരിക്കുക. വെള്ളം കലക്കി ഇളക്കിക്കൊണ്ട് നമ്മുടെ അലിഗേറ്റർ നടക്കുന്നുണ്ട്. നമുക്ക് പൂളവനെ പിടിച്ച് മാറ്റിയിടാം. ഈ വെള്ളം തന്നെ കുറച്ചെടുത്തിട്ട് ഇതിനകത്തോട്ട് ഒറ്റ കയ്യിലായതുകൊണ്ട് ഇതെല്ലാം കൂടെ ഭയങ്കര റിസ്ക്കാണ്, വിഷയമാണ്. എന്നാലും നമുക്ക് ഒരു ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വീഡിയോ എടുക്കാൻ പറ്റും. അപ്പം ഇങ്ങനെ പോട്ടെ, തൽക്കാലം ഇപ്രാവശ്യത്തെ വീഡിയോ നോക്കി ഇങ്ങനെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം. അതുകൊണ്ട് നമ്മുടെ പൂളവനെ നമ്മൾ ഇതിനകത്ത് ഇതാക്കി കാണാൻ പറ്റുന്നില്ല അല്ലേ, വെയിൽ കാരണം പറ്റി. നമ്മൾ അടുത്ത വെള്ളം ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ കൂട്ടത്തിൽ തന്നെ കാലക്കൽ വെള്ളം നമ്മുടെ അലിഗേറ്റർ ഇതാകുന്നു. അത്യാവശ്യം കരിമീനും പള്ളത്തിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം എത്രത്തോളം ഉണ്ടെന്നും എന്തൊക്കെ മീനുണ്ടെന്നും നമുക്കൊരു പിടിയില്ല. ഇനി വല്ല ഉണ്ടോ എന്ന് പോലും നമുക്കറിയത്തില്ല. ആദ്യമൊന്നും വലുതായിട്ട് തേങ്ങയൊന്നും പിടിക്കാത്ത തെങ്ങായിരുന്നു. നമ്മുടെ ഈ ആൽഗ വെള്ളം നമ്മളെപ്പോഴും ഇവിടെ തന്നെയാണ് അത് തുറന്നു വിടുന്നത്. നമ്മൾ ചെടിയുടെ വീട്ടിലോ അങ്ങനെയൊന്നും നമ്മൾ ചെയ്യുന്നില്ലല്ലോ. പക്ഷേ അത്യാവശ്യം നല്ല രീതിക്ക് തേങ്ങ പിടിക്കുന്നുണ്ട്. കണ്ടോ, ഈ വെള്ളം നല്ലതാണെന്നൊക്കെ പറയുന്നത് സത്യാവസ്ഥയുണ്ടോ. തെങ്ങിൻ്റെ വീട്ടിലൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ തെങ്ങിന് അത്യാവശ്യം നല്ല മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മൾ നോർമലി തെങ്ങിൻ്റെ വീട്ടിലാണ് ഇത് ഒഴിക്കുന്നുണ്ട്. ഫുള്ള് വെള്ളം ഇവിടെ നിൽക്കും. പിന്നെ കുറേയൊക്കെ അങ്ങ് കായൽ, ഇപ്പോൾ കായലിൽ ഏറ്റവും കയറി കിടക്കുന്നതാണ് ഈ കാണുന്നത്. നല്ല ഏറ്റവും ഉണ്ട് കായൽ. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, നമ്മുടെ അനിയൻ ഇന്നലെ ഒന്ന് ആ കാണുന്ന വെള്ളത്തിൽ നിന്ന് ജമ്പ് ചെയ്ത് കായലിലോട്ട്. ഒരു 6 സ്റ്റിച്ചോളം ഉണ്ട്. ഞാൻ പറഞ്ഞില്ല,
നമ്മുടെ ഇതിനകത്ത് മീനൊക്കെ ചത്തുപോയി ആൽഗെ വെള്ളം നിറഞ്ഞിട്ടുക. ആൽഗെ വെള്ളം നിറഞ്ഞ് മീനെല്ലാം ചത്തുപോയി കണ്ടോ. ഈ മീനൊക്കെ ഭയങ്കര പക്ഷേ ആൽഗെ വെള്ളമായി കഴിഞ്ഞാൽ ഇത് ജീവിച്ചിരിക്കത്തില്ല. കണ്ടോ അടുത്തത് ഇപ്പം മൊത്തം 4 എണ്ണം അത് മാത്രം കിട്ടുക. നമ്മളിത് വെറുതെ ഭംഗിക്കിട്ടായിരുന്നു, പക്ഷേ ഇത് നല്ല രസമാണ് കാണാൻ. കണ്ടോ അത് ചത്തുപോയി. ഇതിനെ ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, കാക്ക തിന്നും. കുറച്ച് നേരം കിടന്നു കഴിഞ്ഞാൽ കാക്ക വന്ന് തിന്നോളൂ. വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ. കരിമീനൊക്കെ ഉണ്ടായിരുന്നു, നല്ല വലിയ കരിമീനൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ടോയെന്ന് അറിയത്തില്ല, നോക്കണം. ആണോയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ അലിഗേറ്റർ വെള്ളത്തിൻ്റെ മണ്ടയ്ക്കായി. കരിമീനോ പൂളവനോ എന്തോ ഇതിനകത്ത് വീണിട്ടുണ്ട്. പൂളവനാണ് വീണ. വേറെ വല്ലതും വേണം? വേറെ ഒന്നും ഇതുവരെ വീണിട്ടില്ല, പൂളവൻ മാത്രമേ ഉള്ളൂ. നമ്മുടെ അലിഗേറ്റർ ഇവിടെ വന്ന് കിടക്കുന്ന കാരണം വെള്ളം പോകുന്നില്ല. അവൻ ആ ഓവിൻ്റെ നേരെ താഴെ കിടക്കും, വെള്ളം ഒട്ടും പോകുന്നില്ല. നമ്മൾ ഈ ടാങ്കിൽ നിന്ന് ഇപ്രാവശ്യം എന്തായാലും നമ്മളൊന്ന് ഉരച്ച് കഴുകുന്നൊന്നുമില്ല, അഴുക്ക് മാത്രം കഴുകി വിടുന്നില്ല. നേരത്തെ പോലെ ഉരച്ച് കഴുകി വിടുന്നൊന്നുമില്ല. കരിമീനും വള്ളത്തിയൊക്കെ വീണ് തുടങ്ങിയിട്ടുണ്ട്. വള്ളത്തിൽ മാത്രമേ വീണുള്ളൂ. ഒരു വള്ളത്തിൽ വീണിട്ടുണ്ട്. ഈ മീനെല്ലാം അങ്ങോട്ടെല്ലാം പോയിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റത്തില്ല. കണ്ടേ വേറൊന്നും വന്നിട്ടില്ല. കണ്ടോ നമ്മുടെ അലിഗേറ്ററിൻ്റെ സൈസ് കണ്ടോ, നമ്മുടെ ടാങ്കിൻ്റെ സൈസ് കണ്ടോ. ഈ മൊബൈലുമായിട്ട് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്ക് അറിയത്തില്ല. നല്ല വെയിലുണ്ട്. ഉച്ച സമയമല്ല, വൈകിട്ടാണിത്. എന്നാലും നല്ല വെയിലുണ്ട്. കാണാൻ പറ്റുന്നുണ്ട്, എനിക്ക് തന്നെ കാണാൻ നേരം കണ്ണ്. ഇതിനെല്ലാം കയറി ഇതിനകത്ത് കയറി എങ്ങനെ എടുത്തോടി നിങ്ങൾ ചെയ്യാനാണ് മീനെ കൊണ്ട്. അച്ചാമിയാണ്. ഞാനൊരു ശ്വാസം കിട്ടുന്നു. ഇതെന്താ?
ഇതെങ്ങനെയത് ഓലത്തുമ്പത്തിരുന്നു ഞാലാടും ചെല്ലപ്പൈ കൈയിട്ടാക്കാണ്. ആ ചൂലെടുത്തിട്ടാക്ക്. തണലുള്ളടം നോക്കി ഇരിക്കാന്ന് വിചാരിച്ച അവിടെ കൊണ്ട് നനച്ചും കളഞ്ഞു. ഏത് തുണി? അട്ട തുണിയോ? ഓ ഇത് മീൻ കൂടാരോ? ഒന്നും കാണുന്നില്ലല്ലോ. അപ്പൊ അവിടം വരെ നടക്കണം. ഉണ്ടോ? സ്വന്തം റൂമിൽ ഇല്ലാത്ത വൃത്തിയാണ് ഇപ്പോൾ ഈ മീനിന്റെ ഇവിടെ കാണിക്കുന്നത്. റൂം കണ്ട പട്ടി വെള്ളം കുടിക്കത്തില്ല. വെള്ളം അങ്ങേ നമ്മുടെ അലിഗേറ്ററിൻ്റെ വെള്ളമൊക്കെ ചേഞ്ച് കഴിഞ്ഞ് ഏകദേശം അവൻ്റെ പകുതിയോളം വെള്ളം നിറഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്ത് മുറിവുണ്ട്, ദേഹത്തൊക്കെ ചെറിയ ചെറിയ മുറിവുണ്ട്. നേരത്തെ കിടന്ന് അടിച്ചപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല മുറിവുണ്ടായിരുന്നു, ദേഹമൊക്കെ മുറിഞ്ഞിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ച് മുറിവ് മാറാൻ വേണ്ടി, മുറിവ് പൊറുക്കാൻ വേണ്ടി കണ്ട മുറിവ് പൊറുക്കുകയും ചെയ്യും, വെള്ളത്തിനകത്തുള്ള ബാക്ടീരിയയൊക്കെ ചത്തുപോവുകയും ചെയ്യും. അപ്പോൾ നമുക്കത് ഉരിടാം. ഇതിൻ്റെ പേര് കല്ലുപ്പ്. ഇത് ഒരുവിധപ്പെട്ട മീൻ വളർത്തുന്നവരൊക്കെ ഇട്ട് കൊടുക്കുന്ന ഒരു ഐറ്റമാണ് വെള്ളത്തിൽ. നല്ലതാണ്, മീനുകൾക്ക് നല്ലതാണ്. എന്നുവെച്ചാൽ ബാക്ടീരിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചത്തുപോകും. ആ ഗോൾഡ് ഫിഷിന് കൽക്കണ്ടം വാങ്ങിയിട്ടായി. ആ ഗപ്പിക്കൊക്കെ ഇടാം. പുതിയതായിട്ട് വെള്ളം മാറുന്ന എല്ലാത്തിനകത്തും ഇടാം. കണ്ട നമ്മളൊരു കുപ്പിക്കകത്ത് മേടിച്ച് സെറ്റ് വെച്ചിട്ടുണ്ടോ, നമുക്ക് ആവശ്യമുള്ളതനുസരിച്ച് ഇട്ട് കൊടുക്കും. ഇപ്പോൾ കണ്ട നമ്മുടെ അലിഗേറ്റർ ഇതാ ഇവിടെ കിടക്കും. കാശി രാവിലെ വീടെന്നിറങ്ങി എവിടെയൊക്കെ തെണ്ടി തിരിഞ്ഞ് വന്ന് കയറിയിട്ടുണ്ട്. ഒരു സൈഡ് ഇച്ചിരി സ്ലോപ്പായ കാരണം ഇവിടെ അത്യാവശ്യം വെള്ളം നിൽക്കുന്നുണ്ട്. വെള്ളം അഴുക്കുകളൊക്കെ പെട്ടെന്ന് പോകാൻ വേണ്ടി സ്ലോപ്പ് ചെയ്തിരിക്കും. അപ്പോൾ പെട്ടെന്ന് ഭാഗത്ത് വെള്ളം നിറയും. അതുകൊണ്ട് തന്നെ എന്താ വെള്ളം പകുതി മുക്കാലോളം ഇവിടെ അവൻ്റെ പുറം മൊത്തത്തിൽ